ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മളപ്പം റെയിൽവേ സ്റ്റേഷനിലിരിക്കുകയാണ്. നമുക്ക് ഏറ്റുമാനൂർക്ക് പോകണം. ഫസ്റ്റ് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സോറി. ഇനിയിപ്പം നമുക്ക് ഷോറൂമിൽ ചെന്നിട്ട് കാണാം. ഇപ്പം നമ്മൾ ഷോറൂമിൽ വന്നു. നമ്മൾ ഏറ്റുമാനൂരിൽ ചെന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ ഓട്ടോയ്ക്ക് വരുമായിരുന്നു ചെയ്തത്. അപ്പം ദേവാജുവിന് ഭയങ്കര സന്തോഷം, അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അമ്മയ്ക്കാണ് അതുപോലെ തന്നെ എങ്ങനെ കൈ കൊട്ടണമെന്നൊക്കെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയൊക്കെയാണ്. അവിടെ ഇരുന്ന് ഒരു പ്രാവശ്യം എൻ്റെ കൂടെ വന്നിട്ടുള്ളതിന് മുമ്പൊക്കെ ഞാനും ദേവാർജുനുമാണ് കൂടുതലും പോയിട്ടുള്ളത്. പിന്നെ ദേവാർജുൻ്റെ ആ ഒരു എക്സ്പ്രഷനും ഇതൊക്കെ വണ്ടി എടുക്കാൻ പോകുന്നതിൻ്റെയൊക്കെ ഒന്ന് കാണാൻ നല്ല രസമായിരുന്നു. ദേവാർജുൻ്റെയും ധ്രുവിൻ്റെയും കളികളാണ്. ഫുട്ബോൾ അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ മുതൽ 2 പേർക്കും കളിക്കണം. ധ്രുവാണെങ്കിൽ എന്ത് ചെയ്താലും വരത്തില്ല. എനിക്ക് തോന്നുന്നു ഭാവിയിൽ അവൻ ഒരു ഫുട്ബോൾ പ്ലെയർ ആവും. തൊട്ടപ്പുറത്തെ മെയിൻ റോഡാണ്, അതിനപ്പുറത്തായിട്ട് അതിന് ജേഴ്സി, നമുക്ക് ഐറ്റംസ് ഡ്രസ്സെല്ലാം വാങ്ങിക്കാനുള്ള ഫുട്ബോളിൻ്റെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. അങ്ങനെ അവിടെ കുറേ നേരം കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വട്ടമേശ സമ്മേളനം ഉണ്ടല്ലോ നമ്മുടെ, അപ്പം അതിനെക്കൊണ്ടെല്ലാം സൈൻ ചെയ്യിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു പ്രൊസീജിയറാണ്. അപ്പം ഞാൻ സൈൻ ചെയ്യുന്നു. വീഡിയോ എടുപ്പിച്ചത് ദേവാജുവിനെ കൊണ്ടാണ്. അപ്പം ഈ ഓരോ പേപ്പേഴ്സും ഇങ്ങനെ ചേട്ടൻ തന്നെ എനിക്കെല്ലാം ചെയ്തു തരുന്ന ചേട്ടനാണ് നമ്മുടെ ശ്യാം ചേട്ടൻ. പിന്നെ മഞ്ചേട്ടനും കൂടെ ഉണ്ട്. ഫസ്റ്റ് അച്ഛനും അമ്മയും കൊണ്ട് ഞാൻ കേക്ക് മുറിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നീ മുറിക്കുക, കാരണം ഞാനല്ലേ ഇതിന് വേണ്ടിയിട്ട് കൂടുതലും ഓടി നടന്നത്. അപ്പം ഞാനങ്ങനെ കേക്ക് മുറിച്ച് ദേവാർജുന് കൊടുത്തു. ഇപ്പം കണ്ടോണം, സംഭവമൊന്നുമില്ല, അവൻ്റെ ബർത്ത്ഡേ ആണെന്ന് അവൻ വിചാരിച്ചു. ആ രീതിയിലുള്ള പണിയാണ് ദേവാജു കാണിച്ചത്. അവിടെ നിന്ന് എല്ലാവരും ചിരിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയുടെ കട്ടൻ റൈസറാണ്. അപ്പം അത് ഷോർട്ട് വീഡിയോ എടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ആ സമയത്ത് നമുക്ക് പറ്റിയില്ല. അപ്പോൾ നമ്മൾ കട്ടൻ റൈസർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ആ സന്തോഷം കണ്ടോ, എൻ്റെ സന്തോഷം കണ്ടോ. അപ്പം അച്ഛനും ഇങ്ങനെ ഒക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വണ്ടി എടുക്കാൻ പറ്റും എന്ന് പോലും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്നെ സഹായിച്ച് എൻ്റെ ഭഗവാന് ഒരുപാട് നന്ദി. ഞാൻ പിന്നെ രണ്ടാമത് പറഞ്ഞ് ഫോട്ടോ എടുപ്പിച്ചതാണ് ഇതിങ്ങനെ കൊടുക്കുന്നത്. ഇതൊക്കെ ഇതിപ്പം നമ്മുടെ താക്കോല് കൈമാറുന്നതാണ്, എൻ്റെ കയ്യിലാണ് തരുന്നത്. അത് ഞാൻ പിന്നെ അമ്മയുടെ കയ്യിലങ്ങ് കൊടുത്തു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഏറ്റുമാനൂരപ്പൻ്റെ മണ്ണിലാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം മഞ്ചേട്ടനാണ് വണ്ടി എടുത്തത്. വണ്ടി എടുത്തു. നമ്മൾ നേരെ ഏറ്റുമാനൂർ പോകുന്നു. ഇനി വണ്ടി പൂജിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. മഞ്ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. എല്ലാം പെട്ടെന്നായിരുന്നു. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി നേരെ ഇപ്പം ഞങ്ങൾ തിരുവല്ലയിൽ വന്നു. അവിടെ വന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ബൈ.